രമചേട്ടാ നമസ്കാരം. രമചേട്ടാ, നമ്മുടെ ദിവ്യശാലയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 3-4 പേരിൽ തുടങ്ങി ഇത് പിന്നീട് 16 പേരെത്തി. അതിനകത്തുനിന്ന് വലിയ ഒരു ഹൈക്ക വരുന്നത്. ഈ സമയത്ത് ഒന്ന് ബിൽഡിങ്ങിൻ്റെ അസൗകര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് നിരവധി ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മക്കളെ മാനസിക രോഗികളാണ് കൂടുതൽ പേരും, അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളവർ. ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ നടക്കുള്ളൂ. ഇവരെ കുളിപ്പിക്കണം, മരുന്ന് കൊടുക്കണം, ഇവരെ ക്ലീൻ ചെയ്യണം, മുടി വെട്ടണം, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും പേർക്ക് ഈ ചെറിയൊരു സൗകര്യത്തിൽ നടന്നത്? ഇത് ടോമിനെ കൊണ്ടും ജോഷിയെ കൊണ്ടും അല്ലെങ്കിൽ കുറച്ച് പേരെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അന്ന് ആരാ ഈ ദൈവാത്മാവിൽ നിറഞ്ഞ് ടോമിച്ചേട്ടനെ സഹായിക്കാൻ കൂടെ വന്ന ദൈവമക്കൾ? ഈ 90 കാലങ്ങളെന്ന് പറയുന്നത് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം സഭയിൽ ആളിക്കത്തിയ സമയമാണ്. ശരിയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രമൊക്കെ അതിൻ്റെ ഏറ്റവും വളർച്ചയിലേക്ക് ഉച്ചസ്ഥായിലേക്ക് വളരുന്ന സമയം. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ രോഗികളെത്തുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുമായിരുന്നു. അവർ വന്ന് ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നവരുണ്ട്, കമ്മിറ്റ്മെൻ്റ് എടുത്ത് നിൽക്കുന്നവരുണ്ട്, ഷോർട്ട് ടൈം ആയിട്ട് നിൽക്കുന്നവരുണ്ട്, വന്നു പോകുന്നവരുണ്ട്. കൂടുതലും ഇവിടെ താമസിക്കുന്ന ആളുകളായിരുന്നു അന്ന് മുതലിവിടെ. അന്ന് ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല. മക്കൾ കിടക്കുന്നത് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത നിരത്തിയിട്ടിട്ട് ഇങ്ങനെ നിരന്ന് കെട്ടിലൊന്നുമില്ല. ഒരു കസേര പോലും ഇല്ലാത്ത കാലമായിരുന്നു ഇവിടെ. ഒരു കാലം മുഴുവൻ ഒരു കസേര പോലും ഇല്ല. അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓഫീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേരിന് മാത്രം ഓഫീസ്. കാരണം ഈ ഡെവലപ്മെന്റ് വരുമ്പോൾ ഓരോ ദിവസവും ഇത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച നടത്തിക്കൊണ്ടിരുന്ന മുറിയിലായിരിക്കില്ല ചിലപ്പോൾ ഓഫീസ്. അവിടെയൊക്കെ മക്കളെ ഇങ്ങനെ കയറ്റി കിടത്തുക. അങ്ങനെ ഇതെല്ലാം ഒരു ചലിക്കുന്ന സംവിധാനമാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചിന്ത ഇവിടെ ആദ്യം ശുശ്രൂഷയിൽ വരുന്നത്, ഞാൻ പറഞ്ഞ ഒരു സാനു എന്ന് പറയുന്ന ഒരാളാണ്. അത് തുടക്കത്തിലുണ്ടായിരുന്നു. സാനുവിൻ്റെ ചേട്ടനായിരുന്നു ഞാൻ ഈ ഒളിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു ബേബി. ബേബി പോയപ്പോൾ സാനുവും പോയി. പിന്നെ ആദ്യത്തെ 6 മാസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 16 പേരുണ്ടാകുന്നവരെ ഞാൻ മാത്രമേ ഉണ്ടാകും. അപ്പം ഞാൻ ഈ 6 മാസവും ഒരു വിശുദ്ധ കുർബാന പോലും കണ്ടില്ല. ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ഒരു വിശുദ്ധ കുർബാന ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഫുൾ ടൈം ഡേ ആൻഡ് നൈറ്റ് ഞാൻ ഇവരുടെ കൂടെയാണ്. പുറത്ത് വളരെ യാദൃശ്യമായിട്ട് പുറത്ത് പോയാൽ പോയി, അല്ലാതെ മുഴുവൻ സമയവും ഞാൻ ഇവരുടെ അടുത്താണ്. അങ്ങനെ ഒരു കാലത്ത് 97 കാലത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും ലിസി ചേച്ചി വന്നു. ആദ്യകാലം വന്ന ഒരാളാണ് ലിസി ചേച്ചി. പിന്നെ ഒരു സുനിൽ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ വന്നു. പിന്നെ ഒരു സലോമി എന്ന് പറഞ്ഞൊരു സഹോദരി വന്നു. ഒരു ഷിജി വന്നു. ഒരു അനു വന്നു. പിന്നെ ആ കാലമായപ്പോഴത്തേക്കും 97 കാലങ്ങളായപ്പോൾ ബിന്ദു വന്നു. ഇങ്ങനെ സഹോദരി നഴ്സിംഗ്. അപ്പൊ ആളുകളുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് ശുശ്രൂഷകരുടെ എണ്ണവും കൂടി. അപ്പോഴും അന്നും ഓരോ സമയത്ത് പുതിയ സംവിധാനങ്ങൾ, അടുപ്പ് മുതൽ സകല സംവിധാനവും പുതുക്കി. ആദ്യത്തെ 16 പേര് വരെ രമചേട്ടൻ മാത്രമേ. എനിക്ക് ആദ്യത്തെ 60 പേരുടെ മുഴുവൻ മെഡിസിൻ ബൈഹാർട്ടായിരുന്നു. 3 നേരത്തെ ഇവരുടെ മെഡിസിൻ എനിക്ക് ബൈഹാർട്ടായിരുന്നു. അതുപോലെ ഞാൻ വളരെ നിഷ്ഠയുള്ള ഒരാളായിരുന്നു. അതായത് ഇവരുടെ തുണി അലക്കി മടക്കി വെച്ച കണ്ടാൽ ടെക്സ്റ്റൈലിൽ തുണി ഇരിക്കണ പോലെ ഇരിക്കും. തുണിക്കടയിലെ തുണി അടിക്കി വെച്ച കണക്കാണ് ഞാൻ ഇവരുടെ ഷർട്ടും മുണ്ടും. ഷർട്ട് കൃത്യമായിട്ട് ഹാങ്കറയിലിട്ട് മുണ്ട് കൃത്യമായിട്ട് മടക്കി അടുക്കി, അങ്ങനെയാണ് ഞാനത് ആദ്യകാലങ്ങളിൽ ഓരോരുത്തരുടെ നമുക്കറിയാം.
കോമൺ ഡ്രസ്. അപ്പൊ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, അതുപോലെ മരുന്ന് എല്ലാവരുടെ മരുന്ന് ബൈഹാർട്ടാണ്. അപ്പൊ ഞാൻ തന്നെയാണ് മരുന്നെടുത്ത് കൊടുക്കുന്നത്. കൃത്യമായിട്ട് എല്ലാ നേരത്തും മരുന്ന് എടുത്തിടും, കൊടുക്കും. ഒരു 60 പേര് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കയ്യിൽ നിൽക്കാതെ വന്നു, ബിന്ദു വന്നു. പിന്നെ അന്നത്തെ സ്റ്റാഫൊക്കെ ശുശ്രൂഷകർ പലരും മെഡിസിൻ കൊടുക്കാൻ പഠിച്ചു. അങ്ങനെ അവർ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ കാഴ്ചപ്പാടോടുകൂടി അവരും വന്നു. ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇതൊരു ദൈവാനുഭവമാണല്ലോ. പിന്നെ സദാസമയം ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. മുഴുവൻ സമയവും എന്ത് ചെയ്താലും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുള്ളൂ. എപ്പോഴും ഞങ്ങളുടെ മുമ്പിലുള്ളൊരു വഴി പ്രാർത്ഥനയുടെ വഴിയാണ്. അങ്ങനെ ദിവ്യരക്ഷാലയം എന്ന് പറഞ്ഞാൽ സദാസമയം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ ജോലി ചെയ്യുകയും ചെയ്യുന്നൊരു ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയാണ്. തുണിയെടുക്കാൻ പോയ പ്രാർത്ഥന, മീൻ വെട്ടിയ പ്രാർത്ഥന, കറിക്കരിയുമ്പോ പ്രാർത്ഥന, കിച്ചണിൽ അടുക്കള പ്രാർത്ഥന, ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു തീമ. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. വളരെ ചുരുക്കം ആളുകളാണ് പ്രാർത്ഥനയുടെ ആഭിമുഖ്യം ഇല്ലാത്ത ആളുകളുള്ളൂ. ഇപ്പൊ അന്ന് ഈ കൊച്ചറപ്പള്ളിക്കാർ പലരും ഉണ്ട്. ഇപ്പൊ അവര് മാറിയിരിക്കും. അന്ന് മുതലുള്ളൊരു പ്രവണതയാണ് മദ്യപാനികളായിട്ടുള്ള ആളുകളിലൂടെ വരിക. ഒരു ജോസേട്ടനുണ്ടാകും, പുള്ളി നാട്ടിൽ തന്നെ തീർന്നു വരാം, വൈഫ് ഇട്ടിട്ട് പോയി. ജോസേട്ടൻ, പിന്നെ ജോർജേട്ടൻ, ഇവർക്ക് ആൽക്കഹോളിക്സാണ്. അവർ ആദ്യകാലത്ത് ഇവിടെ എൻ്റെ ശുശ്രൂഷ കണ്ടുകൊണ്ട് ഇവിടെ വന്ന. അപ്പം അവരുടെ കുടുംബവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവര് എൻ്റെ കൂടെ നിൽക്കുന്ന കാരണം മദ്യപിക്കില്ല, പുറത്തു പോയാൽ മദ്യപിക്കും. ഒരിക്കൽ ഞാൻ ഓർക്കുക, ജോർജേട്ടൻ അയലക്കാരൻ്റെ ഒരു ചേട്ടൻ്റെ കയ്യിൽ ബീഡി മേടിക്കാൻ പൈസ കൊണ്ട് കൊടുത്തു. അയലക്കാരൻ ബീഡി മേടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു. ഇതാ ജോർജേട്ടന് കൊടുത്തേക്കാവെന്ന് ചോദിച്ചു. അപ്പൊ ഈ മദ്യപാനവും പുകവലിയും ആദ്യകാലം മുതൽ ഈ സ്ഥാപനത്തിന് ഒരു തലവേദനയാണ്. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഉണ്ടായി, വലിയ ഇഷ്യൂ ഉണ്ടായി. അപ്പോ ഇവരെ ഒഴിവാക്കി ഇപ്പൊ ശുശ്രൂഷത്തിലാണ്. ഇപ്പൊ ഇവരെ ഒഴിവാക്കിയ ഒരു ദിവ്യശാല ഇല്ല. കാരണം സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ആളുകള്, ആർക്കും വേണ്ടാത്തവര്, അതെ, വിവിധ മേഖലയിൽ അഡിക്റ്റ് ആയി പോയി, എല്ലാ തുറകളിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലാതെ ഒരു മാനസികമായി മാത്രം ഒരു കാലത്ത് ഒരു ബാങ്ക് മാനേജര്, അത് ജോലിയുള്ള സമയത്ത്, സർവീസിലിരിക്കുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന് സർവീസിന് വരും. അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടമായിരുന്നു. അയാൾ ബാങ്ക് മാനേജർ. അതുപോലെ ഹൈ പൊസിഷനിലുള്ള പലരും ഇവിടെ വന്ന് സേവനം ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ളൊരു ഇവിടെ ഈ മരുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാം ബംഗ്ലോ ആശുപത്രിയിൽ നിന്ന്, ബംഗ്ലോ ആശുപത്രി നമ്മൾക്ക് ആവശ്യമുള്ള സർവീസ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ചോദിച്ചു മേടിക്കാം. അതായത് അത്യാവശ്യം അഡ്മിഷൻ വന്നാൽ നമുക്കുള്ള പോലെ പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഒരു വലിയ ഒരു സഹായം. കൺസൾട്ടേഷൻ മുഴുവൻ ഫ്രീയാ. ഇന്നും ഫ്രീയാ. ഡോക്ടർമാര്, അവിടുത്തെ ഡോക്ടർ നമുക്ക് ഇവിടെ വന്ന് പീരിയോഡിക്കൽ കൺസൾട്ടേഷൻ തരുന്നത്. കൂടുതൽ നമ്മുടെ മക്കള് ആ വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് ഈ സൈക്യാട്രി ട്രീറ്റ്മെന്റ് മുഴുവൻ ബംഗ്ലോ ആശുപത്രിയിൽ നിന്ന് കിട്ടും. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ തൊഴിലത്തെ എല്ലാ ആശുപത്രികളിലും കിട്ടും. ക്രിട്ടിക്കലായിട്ടുള്ള കേസുകൾ ആദ്യകാലത്തൊക്കെ വളരെ ചുരുക്കം മെഡിക്കൽ കോളേജിൽ പോകുന്നുള്ളൂ. ഇപ്പോൾ ക്രിട്ടിക്കൽ കേസുകൾ ഒട്ടുമുക്കാലും മെഡിക്കൽ കോളേജുകളിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിനേക്കാൾ നമ്മൾക്ക് എളുപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. പിന്നെ കളമശ്ശേരി പോകും. പിന്നെ ആദ്യകാലത്തെ ഞങ്ങളുടെ ഒരു വലിയൊരു ഫോർമേഷൻ ആയിരുന്നു കുറ്റിക്കലച്ചൻ്റെ പ്രസൻസ്. കുറ്റിക്കലച്ചൻ്റെ ആകാശപ്പുറമുള്ള കൂട്ടുകാര്. ശരിക്കും അച്ഛൻ്റെ ആകാശപ്പുറമുള്ള കൂട്ടുകാരെന്ന ശുശ്രൂഷയും ദിവ്യശാലവും ഒരേ കാലത്ത് ജനിച്ച് പാരലായിട്ട് വളർന്ന രണ്ട് ശുശ്രൂഷകളാണ്. FBA. ഞങ്ങള് അച്ഛൻ്റെ ധ്യാനങ്ങൾക്കും തപസ്സുകൾക്കും ഫോർമേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. ഇവിടെ ശുശ്രൂഷകരെല്ലാം ഞങ്ങൾ പോകുമായിരുന്നു. അന്ന് കാഞ്ഞങ്ങാട്, ആദ്യമേ ചെന്നായിപ്പാറയായിരുന്നു. അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാടേക്ക് മാറി, അതിനിടയ്ക്ക് വേറെ സ്ഥലത്തേക്ക് മാറി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണോ അത്. പിന്നെ അദ്ദേഹം ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഈ ശുശ്രൂഷ വ്യാപിക്കണമെന്ന് ആഗ്രഹിച്ചു. അതെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ റേഞ്ച് ചെറുതാ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഈ ഒരു സ്ഥലം വിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള ഒരു സാധ്യത ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഒതുങ്ങി. ഞങ്ങൾ വീടും സംവിധാനമായിട്ട് ഒതുങ്ങി. ഇന്നിപ്പോ അച്ഛൻ
10-40ഓളം ശുശ്രൂഷ ഭവനങ്ങൾ അച്ഛൻ്റെ പേരിലുണ്ട്. അച്ഛൻ്റെ സ്ഥാപനങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഈ തൊടുപുഴ ഏരിയയിൽ നിന്നൊക്കെ ഇന്നും മറക്കാൻ വയ്യാത്ത വ്യക്തിത്വങ്ങൾ കാണുമല്ലോ, പല രീതിയിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ടോമിച്ചേട്ടനെ അന്ന് ദിവ്യശാലത്തിൽ സഹായിച്ചവർ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഒരു പീറ്റർ ചേട്ടൻ, ജെയ്സൺ ചേട്ടൻ. ശരിക്കും ഈ ജെയ്സൺ ചേട്ടൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഥാപാത്രമാണ്. അദ്ദേഹം എന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെയും ഒരു മകനെ പോലെയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത്ര വാത്സല്യമായിരുന്നു എന്നോട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ നന്മയുടെ ഒരു നേർചിത്രമാണ് ഞാൻ. ചെറുപ്പത്തിലെ തന്നെ ഞാൻ ഈ ശുശ്രൂഷ വന്നു. അദ്ദേഹം ഒരു കോൺട്രാക്ടർ ആകുന്നത് ദിവ്യശാലത്തിന്റെ പണികൾ തുടങ്ങിക്കൊണ്ടാണ്. ദിവ്യശാലത്തിന്റെ പണികൾ തുടങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഒരു കോൺട്രാക്ടർ ആകുന്നത്. ദിവ്യശാലത്തിന്റെ ജോലികൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ദിവ്യശാലയും വളർന്നേക്കാൾ കൂടുതൽ വളർന്നു. അതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷം. തൊടുപുഴയുടെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ വഴികളിൽ ആദ്യം വരുന്ന പേര് ജെയ്സൺ ചേട്ടൻ്റെ. വീടുകള്, സ്കൂളുകള്, പള്ളികള്, സ്ഥാപനങ്ങള് എന്ന് വേണ്ട ഒത്തിരി മേഖലകളില് ജെയ്സൺ ചേട്ടൻ ഒരു 40-50-60 പണിക്കാരൊക്കെ എല്ലാ സമയത്തും ഉണ്ട്. അതിന് മാത്രം വളർത്തി. ദിവ്യശാലത്തോട് അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സ് ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും, അതുപോലെ ഇന്നും സ്വന്തം കുടുംബത്തിലെയും 65 വയസ്സൊക്കെ കാണും. ഇന്നും സ്വന്തം കുടുംബത്തിലെയും അതുപോലെ ആരുടെയും ഒരു സങ്കടം അദ്ദേഹത്തിന് മുമ്പിൽ വന്നാൽ ഇന്നും ഇരുന്ന് കരയും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കേൾക്കുന്ന ഒരു വ്യക്തിത്വം. അത്രമാത്രം ഹൃദയത്തിൽ നന്മയുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നെ പലപ്പോഴും വിളിച്ച് എന്നെ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കും, വഴക്ക് പറയും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നോട് ഒരു മക്കളോട് ചേർന്ന സ്നേഹമാണ്. ഇതുപോലത്തെ ഒരു വാത്സല്യം. ഇതുപോലെ എന്നെ ചേർത്ത് നിർത്തിയ ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, കൂടെ നിർത്തിയ അച്ഛന്മാര്, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ കോതമംഗലം രൂപതയുടെ ബേസിലാണല്ലോ വരുന്നേ. അപ്പം ബിഷപ്സിന്റെ ഒക്കെ സപ്പോർട്ടൊക്കെ ആദ്യകാലത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുതിയ ബിഷപ്പ് വന്നതിന് ശേഷം പിതാവ് വടവാതൂർ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന കാലത്തും ഞങ്ങള് അന്ന് പിതാവിനെ ഞങ്ങളവിടെ പോയി, അച്ഛനെ ഞങ്ങളവിടെ പോയി കാണുമായിരുന്നു. അതിനുശേഷം എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ നടന്നതിന് ശേഷം പിതാവ് വന്നതിന് ശേഷമാണ് ഇവിടെ കുർബാന അനുവദിച്ചു തന്നത്. പിതാവ് കുർബാന. അപ്പോ അന്നത്തെ വികാരി അച്ഛനോട് ഞങ്ങൾക്ക് കുർബാന ചൊല്ലിക്കൊടുക്കാൻ ഒരു കാലഘട്ടത്തിൽ ടോമി ചേട്ടന് 6 മാസത്തോളം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ശുശ്രൂഷയായി ഇപ്പോൾ ഡെയിലി കുർബാനയുണ്ട്. ചില ദിവസങ്ങളിൽ 2-3 കുർബാന. ഒരു ആരാധന ചാപ്പലും ഉണ്ട്. ആരാധന ചാപ്പലും ഉണ്ട്. 24 hours. ദിവ്യശാലത്തിന്റെ ആദ്യകാലത്ത് 6 മാസം ഞാൻ കുർബാന കാണാണ്ടിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും കുർബാന. പിന്നെ ഞാൻ ഒരു കുർബാനയ്ക്ക് വേണ്ടി 15 വർഷം ഞാൻ അനുസരണയോടെ കാത്തിരുന്ന ആളാണ്. എൻ്റെ അനിയൻ വൈദികനാണ്. അനിയൻ അവധിക്ക് ഇവിടെ വരുമ്പോൾ മടത്തി പോയ കുർബാനയായിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് കുർബാനയ്ക്കുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് കുർബാന ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അനുവാദം കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടി കുർബാനയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ പുതിയ പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ കുർബാനയ്ക്ക് അനുവാദം കിട്ടിയെന്ന് മാത്രമല്ല, ഇന്നിപ്പോ അനിയൻ അച്ഛനോടെ ഉണ്ട്, ഒരു ഫ്രാൻസിസ് അച്ഛനോടെ ഉണ്ട്, വലിയച്ഛൻ ജാർഖണ്ഡിൽ നിന്ന് റിട്ടയർ ചെയ്ത് 2 വൈദികരോട്. അപ്പോൾ എല്ലാ ദിവസവും കുർബാന ഉണ്ടെന്ന് മാത്രമല്ല നിത്യാരാധനയുണ്ട്. അൽമായരുടെ സ്ഥാപനങ്ങളിൽ ഇത്രമാത്രം ദൈവസാന്നിധ്യമുള്ള സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയും 24 മണിക്കൂറുള്ള നിത്യാരാധന ചാപ്പലും. റിയലി ഗോഡ്സ് ഗ്രേസ്. ഈ നമ്മുടെ ചുറ്റും വളരെ കോൺവെന്റുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ സിസ്റ്റേഴ്സിന്റെയും കോൺഗ്രിഗേഷൻസിന്റെ ഒക്കെ സപ്പോർട്ട് കാലാകാലങ്ങളിൽ നമുക്ക് സപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോ ആദ്യകാലമുള്ളതുപോലെ അത്ര സജീവമല്ല. കാരണം നമ്മുടെ കുഴപ്പമുണ്ട്, നമ്മൾ അവരെ ആശ്രയിക്കുന്നതിൽ നമ്മൾ കുറവ് വരുത്തിയിട്ടുണ്ട്. ശരിക്കും
ഈ കരയണ കൊച്ചിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന അനുസരിച്ചിരിക്കും അവരുടെ നമ്മളോടുള്ള സമീപനം. ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ ഒത്തിരി പിന്നിലുള്ള ഒരാളാണ്. ഞാൻ കൂടുതലും ഈ ദിവ്യശാലത്തിലിരുന്ന് വളരെ കുറച്ച് യാത്ര ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം തരണം, അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പൊ നമ്മള് പോയി അവിടെ നിന്ന് അന്വേഷിച്ച് എവിടെന്നെങ്കിലും കണ്ടെത്തുന്ന ഒരു പോളിസി. ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് ഇവിടെ ദൈവം തരണം. അതെന്റെ കർത്താവിനോടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഒരു തമ്പുരാനുള്ള ഒരു എൻ്റെ ഒരു പ്രത്യാശ. അത് ദൈവം എനിക്ക് തരും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു കടം മേടിച്ചൊരു കാര്യം ഞാൻ നടത്താൻ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ആദ്യകാലത്ത് ഒരു ദിവസം അടുക്കളയിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കോളേജ് പ്രൊഫസർക്ക് ഞാൻ സാറിന് കൊടുത്തു. സാറേ, എന്നെ ഒന്ന് സഹായിക്കാവോ? അപ്പോൾ നിനക്ക് എന്നാ വേണ്ടേ? എനിക്ക് അടുക്കളയിലേക്ക് ഇത്ര സാധനം വേണം. അപ്പോൾ ഞാൻ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. സാർ ഈ ലിസ്റ്റ് എടുത്ത് വായിച്ചിട്ട്, ഞാനപ്പോൾ ഒരു 15 ദിവസത്തേക്കുള്ള ഒരു ലിസ്റ്റാണ് സാറ് ഞാൻ എഴുതിയത്. ഒരു 2005 കാലത്തൊക്കെ അന്ന് എൻ്റെ ചിന്ത. അപ്പോൾ സാർ ഈ ലിസ്റ്റ് എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. സാർ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്കതിൽ നിന്ന് വലിയൊരു ഇൻസൈറ്റ് കിട്ടി. ഞാൻ എന്തിനാ ഈ 15 ദിവസത്തേക്കുള്ള സാധനം ഇവിടെ മേടിച്ചു? ഞാൻ വല്ല സ്റ്റേഷനിൽ കിടക്കാറാണോ? എനിക്ക് ഒരു ദിവസത്തേക്കുള്ള സാധനം മതി ഇവിടെ. അന്നൊന്നും വേണ്ട. ഞാൻ ഈ 15 ദിവസത്തേക്ക് ഉള്ള സാധനം മേടിച്ച് സ്റ്റോക്ക് ഞാൻ വല്ല പലരും കിടക്കാറാണോ? ഒരു ദിവസത്തേക്കുള്ള മതി. അപ്പം അന്ന് മുതൽ ഞാൻ ദൈവമേ ആ ലിസ്റ്റത്തിൽ നിർത്തി. ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങൾ മതി എനിക്ക്. പോരാതെ വന്നാൽ ഞാൻ ഈ കവലയിൽ പോയി മേടിക്കും. പിന്നെ ഞാൻ പിന്നെ കട്ട് ഷോട്ട് ചെയ്തു. ഒരു നേരത്തേക്കുള്ള മതി. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നു. ആ ഒരു നേരത്തേക്കുള്ള മുടക്കിയിട്ടുള്ളത് കർത്തൃ പ്രാർത്ഥന. അതെ, അന്നു വേണ്ടുന്ന ആഹാരം ഒരു നേരത്തേക്കുള്ളത് മതി, എന്നാലും മതി. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന ഒരു കാര്യം അടുക്കള ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പൊ ചെയ്യുന്ന ഇതെന്നു വെച്ചാല് നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരെ വിളിക്കും. അപ്പോൾ അടുക്കള തീർന്നു എന്ന് സഹായിക്കണം. അപ്പോൾ എന്നാ വേണമെന്ന് ചോദിക്കണേന്ന് പറയും, ഒരു 10 ദിവസത്തേക്കുള്ള പലചരക്കിന് എത്രയും രൂപയാവും എന്ന് പറയും. അത് ഞാനത് തന്നേക്കാം. ഒരു 20, 30, 10,000 തന്നവരുണ്ട്, 20,000 തന്നവരുണ്ട്, 30,000 തന്നവരുണ്ട്, 50,000 തന്നവരുണ്ട്, പലർക്ക് മേടിച്ച് തന്നവരുണ്ട്. ഇങ്ങനെ സുഹൃത്തുക്കളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഇപ്പൊ നമ്മുടെ അടുക്കള പേഴ്സണലി ഇപ്പൊ നടന്നു പോകുന്നത്. പണ്ടത്തെ പോലെ ഡൊണേഷൻസ് ഒന്നും ഇല്ല, വിസിറ്റേഴ്സ് ഇല്ല, എല്ലാം വളരെ കുറഞ്ഞു. വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ദിവ്യശാലത്തിലുള്ളൂ. അത് അന്ന് ഞാൻ ദാരിദ്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, ഇന്നാണ് ദൈവം ഭക്തിയിൽ തന്നത്. യഥാർത്ഥ ദാരിദ്ര്യം എന്താണെന്ന് അനുഭവിക്കുന്നുണ്ട്. കടബാധ്യതകളുണ്ട്. ഇന്ന് നമുക്ക് 300ഓളം മക്കൾ നമുക്കുണ്ടല്ലോ, മക്കളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളും ഒക്കെ മാറി വരുന്നു. നമുക്ക് നിയമങ്ങളനുസരിച്ചൊന്നും ഇപ്പോഴത്തെ രീതിയിൽ മുമ്പോട്ട് പോകാൻ അത്ര എളുപ്പമല്ല. ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മള് നിയമം പാലിക്കാൻ കടപ്പെട്ടവരാണല്ലോ. പരമാവധി നിയമത്തിന് വിധേയമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. എന്തെങ്കിലും കുറവുകൾ വന്നാൽ എന്നാലും സർക്കാർ സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കുന്നു. നന്നായിട്ട് ഈ സംവിധാനം നന്നായിട്ട് പോകണം. ഇത് മാത്രമേ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഒരു നിർബന്ധമുള്ളൂ. മോശമായിട്ട് നടക്കരുത്. ആക്ച്വലി അവിടെ ഇൻട്രക്ഷൻ നല്ലതാണ്. പക്ഷേ അതിനുള്ള ഈ മറ്റ് വരുമാന മാർഗം അതിനെ കുറിച്ച് ഗവൺമെന്റ് നമ്മള് നന്നായിട്ട് കൊണ്ടുപോകണം. പറ്റില്ല ചെയ്യരുത് ഇതാണ്. പക്ഷെ പറ്റില്ലേലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ അഡ്മിഷൻ നമ്മുടെ മുമ്പിൽ വന്നത് കേൾക്കുമ്പോ നമുക്ക് സങ്കടം തോന്നും. ഞാനിപ്പോ കണ്ടല്ലോ, ഇപ്പൊ നമ്മള് ഇരിക്കുമ്പോ തന്നെ അതെ, ഓരോ അഡ്മിഷനും ഓരോ സങ്കടക്കടല, ഓരോ കുടുംബത്തിന്റെ സങ്കടക്കടല. ഇവർക്ക് വീട്ടിൽ ഒരു രീതിയിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വ്യക്തിയെ. അത് മാനസിക ഒരാളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു കുടുംബത്തെയാണ് നമ്മൾ സഹായിക്കുന്നത്, അതൊരു സമൂഹത്തെയാണ് സഹായിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദിവ്യശാലയം എന്ന് പറയുന്നത് ഇത് സമൂഹത്തിൻ്റെ വലിയൊരു രക്ഷാലയം തന്നെയാണ്. നമ്മൾ കേട്ടു, ഒരു മാനസിക രോഗി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ അവിടെ ബാക്കി ഉള്ളവരുടെ അവസ്ഥ, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയിലുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ഇവിടെ വന്നു കഴിയുമ്പോൾ ടോമിച്ചേട്ടൻ്റെ ആ ദൈവാനുഭവവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും പിന്നെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, സഭയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, ഇതെല്ലാം വെച്ച് അവരിവിടെ പരിപോഷിപ്പിക്കപ്പെടുന്നു. ഇത് വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വലിയ അത്യന്താപേക്ഷിതമായി സമൂഹത്തിൽ വേണ്ടൊരു കാര്യമാണ്. നമ്മൾ കേട്ടു, പണ്ടൊക്കെ
നമ്മുടെ ടൗണിൽ കൂടി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ പോകുമ്പോൾ അവിടെ കാലിയായി. അവിടെ കാലിയായെങ്കിൽ അവരെങ്ങോട്ട് പോയി? അവർ ദിവ്യശാലയത്തിലുണ്ട്. മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ദിവ്യശാലയം പോലെ മറ്റേറെ സ്ഥാപനങ്ങളുണ്ട്, അവിടെയുണ്ട്. ഇനിയും ഈ ദിവ്യശാലയം അനേകർക്ക് വലിയ അനുഗ്രഹമാകട്ടെ. ടോമിച്ചേട്ടൻ്റെ ദൈവം നൽകിയ പ്രചോദനം കൂടുതൽ അത് വളരട്ടെ, പ്രചോദനപ്രദമാകട്ടെ. ഇനിയും അനേകർക്ക് ദിവ്യശാലയം ഒരു ആശ്രയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഇപ്പോൾ സാമ്പത്തികമായും സൗകര്യക്കുറവുകളൊക്കെ ഉണ്ടെങ്കിലും കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം എല്ലാം നടത്തും എന്നുള്ള പ്രത്യാശ, നമ്മുടെ ജൂബിലി വർഷത്തിൽ തന്നെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. താങ്ക് യു.